കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു ചെറിയ ചിന്തയുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ വരുന്നു. പഴയ നിയമത്തിലെ എസെക്കിയേലിൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിൽ അതിൻ്റെ 30-ാമത്തെ വാക്യം, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനെ മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാൻ. ഇടിവിൽ നിൽക്കേണ്ടതിന്, ടു സ്റ്റാൻഡ് ഇൻ ദ ഗ്യാപ്പ്. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, ദേശത്തിന് വേണ്ടി കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ. ഇപ്പം ദേശം, ദൈവം ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കണം. ഈ കേരള ദേശം, ദൈവം, സ്വർഗത്തിലെ ദൈവം, ഇതിൻ്റെ ഇടിവിൽ നിൽക്കണം. അതിന് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അതിന് നിർദ്ദേശമുണ്ട്, അല്ലെങ്കിൽ അത് അവകാശമാണ്, അത് അവർ ചെയ്യേണ്ടതാണ്. ആക്ച്വലി നാം ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് എന്ന് യേശുവിൻ്റെ ആത്മാവ് തമ്മിൽ വസിക്കുന്നു എന്നുണ്ടെങ്കിൽ നാം പാർക്കുന്ന ദേശത്തെ ഓർത്ത് നമ്മൾ കൃത്യതയോടെ പ്രാർത്ഥിക്കണം. ശത്രുവിൻ്റെ കയ്യിൽ ഇവർ പെട്ട് ചീത്ത സ്വഭാവങ്ങളും കാട്ടി ജീവിത പ്രവൃത്തികൾ ചെയ്ത് ദേശം നശിച്ചു പോകരുതേ. ജീവനുള്ള ദൈവത്തെ അവരറിയണം, ജീവനുള്ള ദൈവത്തെ അവരാദരിക്കണം, ഭയപ്പെടണം, മാനസാന്തരത്തിന് യോഗ്യമായിട്ട് അവർ വരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദേശത്തെ ഓർത്ത് പ്രാർത്ഥിച്ച ഒരുപാട് ആളുകളുണ്ട്. ആ ദേശമൊക്കെ നന്നായിട്ടുണ്ട്, ആ രാജ്യങ്ങൾ നന്നായിട്ടുണ്ട്. അത് ഈ നാളുകളിൽ ആരും ചെയ്യുന്നില്ല. നമ്മുടെ എല്ലാം പ്രാർത്ഥന മിക്കവാറും എപ്പോഴും എന്താ എങ്ങനെയെന്നറിയാമോ? നമ്മുടെ കാര്യമാണ്. ഒന്നാമത് എൻ്റെ കാര്യം, പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ കാര്യം, എൻ്റെ വീട്ടിലെ കാര്യം, എനിക്ക് എത്രയും ബന്ധപ്പെട്ടിരിക്കുന്ന, എനിക്ക് സഹായം ചെയ്യുന്ന ആളുകളുടെ കാര്യം. ഇതൊക്കെയാണ് സ്വാർത്ഥത എന്നത്. ഭയങ്കരമായിട്ട് മുഴുത്ത് വലിയ ശക്തി പ്രാപിച്ചിരിക്കുന്ന സമയമാണ് ഈ നാളുകളിൽ. എല്ലാ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്കും ഇത് ബാധിച്ചിട്ടുണ്ട്. ഒരളവിലല്ല, ഈ മറ്റൊരു അളവിൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ. ഇവിടെ ഭരണം നടത്തുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം, അത് വളരെ അത്യാവശ്യമാണ്. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവഭയത്തോടെ അവർ ഭരണം നടത്തണം, ദൈവഭയത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യണം. ഓഫീസിലിരിക്കുന്നവരെ ഓർത്ത് പറയണം, അവർ ദൈവഭയത്തോടെ ചെയ്യണം. നമ്മുടെ പ്രാർത്ഥന കോടതികളെ ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലാ ദേശത്തെയും, എല്ലാ അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അപ്പം അവർ നിലനിൽക്കും, ശരിയായി മുന്നോട്ട് പോകും. രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ 2 കൊരിന്ത്യർ 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യൻ സഭയെ, അന്നത്തെ അദ്ദേഹത്തെ ഒരുപാട് ബഹുമാനിച്ച ചില ആളുകൾ അവിടെ ഉണ്ട്. മൊത്തത്തിൽ നമ്മൾ കൊരിന്ത്യരെ ചിന്തിക്കണ്ട. അവർക്ക് എഴുത്തെഴുതുമ്പോൾ അദ്ദേഹം പറയും, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന വളരെ ശ്ലാഘനീയമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം ഞങ്ങൾ പോകുന്നിടത്തൊക്കെ കാണുന്നുണ്ട്. തുടർന്നും പ്രാർത്ഥിക്കണം. നിശ്ചയമായിട്ടും അത് മറ്റുള്ളവരെ രക്ഷയുടെ അനുഭവത്തിലേക്കും വിശ്വാസ ജീവിതത്തിലും ശരിയായ രീതി മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ അവർ നിങ്ങളെ ഓർത്ത് നന്ദി കരയറ്റും ദൈവത്തെ. ദൈവത്തിനും അത് ശ്ലാഘനീയമാണ് എന്നാണ്. ഫെലോഷിപ്പ് എന്ന് പറയുന്നത് അതാണ്. കൂട്ടായ്മ എന്ന് പറയുമ്പോൾ സുവിശേഷത്തിന് വേണ്ടിയിട്ട് മുന്നേ നിൽക്കുന്ന മുന്നണി പടയാളികളെ, അത് ഹൂവർ ഇറ്റ് മേ ബി, നമ്മളങ്ങ് മുന്നണികളായി നിന്നുകൊണ്ട് നമ്മൾ ശരിക്കും നേരെ സുവിശേഷമൊന്നും പറയുന്നില്ല. അപ്പോൾ സുവിശേഷവും ദൈവത്തിൻ്റെ സ്നേഹവും നേരിട്ട് അങ്ങോട്ട് പറയുന്ന ആളുകളുടെ ബലത്തിന് വേണ്ടി, അവരുടെ ധൈര്യത്തിന് വേണ്ടി, അവർ നന്നായി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മനുഷ്യരെ ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണം നമ്മൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവം അതിന് പ്രതിഫലം തരും. 3-ാമത് കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സോഡസ്. വീണ്ടും നമ്മൾ പഴയ നിയമത്തിലേക്ക് വരികയാണ്. പഴയ നിയമത്തിലേക്ക് വരും. 17-ാമത്തെ അധ്യായം, എക്സോഡസ് അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ 11 മുതൽ അങ്ങോട്ട് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാം, ഇസ്രായേൽ ജനം ഈജിപ്റ്റ് വിട്ട് ഇസ്രായേലിലേക്ക് വരിക. അവർക്കറിയത്തില്ല കനാൻ ദേശം, പുതിയ ദേശം, ദൈവം കൊടുക്കുന്ന ദേശം, അതിലേക്കുള്ള പ്രയാണമാണ്. മരുഭൂമിയിലൂടെയാണ് യാത്ര.
അവരങ്ങോട്ട് എലിയും കഴിഞ്ഞു, സീൻ മരുഭൂമിയും കഴിഞ്ഞു. ഇപ്പൊ രഫീദീം എന്ന് പറയുന്ന ഒരു സമഭൂമിയിലെത്തി. മനസ്സിലായോ? അവിടെ വന്നപ്പോ ചില ശത്രു സൈന്യം, ഈ കനാൻ ദേശത്തുള്ള അമാലേക്യരെന്നാണ് പറയുന്നത്, അമലേക്കൈറ്റ്സ്, അവർ യുദ്ധവുമായിട്ട് ഇങ്ങോട്ട് വന്ന് ഇവരെ മുഴുവനും കൊന്നു കളയേണ്ടതെന്ന് അവരെ അടുത്തുകൂടി. ഒരു ഭയങ്കര ആളുകളാണ്, വലിയ രാക്ഷസന്മാരെ പോലെ വലിയ വലിയ ഊറ്റനം ആളുകളും ഭയങ്കര ആയുധ അഭ്യാസികളുമാണ്. അപ്പോഴത്തേക്കും അവർ നിലവിളിക്കുന്നത് കാണാം ദൈവത്തോട്. അത് എങ്ങനെയാ? മോശെ അടുത്തുള്ള ഒരു മലയുടെ മേളിൽ കയറി ഒരു പാറപ്പുറത്തിരുന്നു. എന്നിട്ട് കൈ ഉയർത്തി, വടി ഉയർത്തി, കൈ രണ്ട് ഇങ്ങനെ ഉയർത്തി പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കുറെ കഴിയുമ്പോൾ കൈ തഴയ്ക്കും. അപ്പോഴത്തേക്കും ജോഷുവയുടെ അടുത്ത് പറഞ്ഞു, നീ താഴ്വരയിൽ പോയി യുദ്ധത്തിന് നയിച്ചോളാൻ പറഞ്ഞു. അപ്പം താൻ എപ്പോഴും കൈ ഉയർത്തിയിരിക്കുമോ അപ്പം ഇസ്രായേൽ ജനം ജയിക്കും. കൈ താഴ്ന്നു പോകുമ്പോഴോ അവർക്ക് പിന്നോട്ട് ഓടേണ്ടി വരും. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അഹരോൻ എന്ത് ചെയ്തത്? കൈ കഴിച്ചു. മോശയ്ക്ക് കൈ കഴിച്ച് സ്വാഭാവികമല്ലേ? അപ്പം കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചു. രണ്ടുപേര്, വലതുവശത്തെ ചേട്ടൻ അഹരോൻ, ഇടതുവശത്തെ ഒരു ഹൂർ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ, രണ്ടുപേരും കൂടെ കൈ ഇങ്ങനെ ഉയർത്തി മോശയുടെ. എന്തിനാ പിടിച്ച്? ഉയർത്തി ആണ് അവര് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ കൈ ഉയർത്തി അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ വിജയം വന്നു. അമാലേക്യരെന്ന് പറഞ്ഞാൽ ജഡീകത കുറിക്കും. മനുഷ്യരിലുള്ള ജഡീകത അത് ഇല്ലായ്മ ചെയ്യുവാൻ വളരെ കഠിനാധ്വാനം ക്രിസ്ത്യൻ ലീഡേഴ്സ് ചെയ്യേണ്ടതാണ്. ലീഡേഴ്സ് ആയവര് കർത്താവ് ഞങ്ങളുടെ സഭയിലുള്ള ജഡീകത, മ്ലേച്ഛതകൾ, ഞങ്ങളുടെ സമൂഹത്തിലുള്ള മ്ലേച്ഛതകൾ, ഇതൊക്കെ നശിച്ചു പോകണം. അതിൽ നിന്നൊക്കെ അവർ മുക്തി നേടണം. വിശുദ്ധന്മാരായി ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരണം. അവസാനമായിട്ട് ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ശമൂവേൽ പ്രവാചകനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം, അതായത് 1 ശമൂവേൽ 12:23 പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാതെ ഇരുന്ന് എനിക്ക് പാപം ചെയ്യാൻ ഇടവരരുത് എന്നാണ്. ശമൂവേൽ പ്രവാചകൻ ഒരു പുരോഹിതനും അതുപോലെ തന്നെ പ്രവാചകനും ഒരു സത്യവിശ്വാസിയുമായിരുന്നു. അദ്ദേഹം ഇസ്രായേൽ ജനത്തിന് വേണ്ടിയും സ്വന്തം ആളുകൾക്ക് വേണ്ടിയും നന്നായി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കാതിരുന്ന പാപമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി, നമ്മുടെ വീടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, വീട്ടിലുള്ള എല്ലാവരും രക്ഷ പ്രാപിക്കാം. നമ്മൾ കൂടുന്ന സഭ പൂർണ്ണമായി രക്ഷ പ്രാപിക്കേണ്ടതിന് വേണ്ടി നമ്മൾ നമ്മുടെ ആളുകൾക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ചേ തീരൂ. അത് അങ്ങ് ശരിയായിക്കൊള്ളും എന്ന് വിചാരിക്കരുത്. അതിനായിട്ട് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ആഹ്വാനം പറയാം. 4 കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുമല്ലോ. നമ്മൾ പ്രാർത്ഥനയിൽ ഇടിവിൽ നിൽക്കുന്നതിൽ പിന്നോക്കം പോവരുത്. നാം ഇടിവിൽ നിൽക്കാം, പ്രാർത്ഥന ആളുകളായിട്ട് നമ്മൾ തീരണം. ഈ വചനത ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.